പ്രമുഖ വ്യവസായിയായിട്ടുള്ള മാരിയോ നൗഫൽ എക്സിൽ ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നു. ആ ചിത്രം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ സംസാരിക്കുന്നതായിട്ടുള്ള ചിത്രമാണത്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ സ്റ്റിക്കർ വെച്ച് മൂടി വച്ചിരിക്കുന്നു. ഇത് എന്തിനാണെന്നറിയാമോ? ഇറാൻ്റെ ചാരക്കണ്ണുകളെ പേടിച്ച്, അവിടുത്തെ ഹാക്കർമാരെ പേടിച്ചിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൊബൈൽ ക്യാമറ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സൈബർ പ്രതിരോധമുള്ള രാജ്യം എന്ന് അവകാശപ്പെടുന്ന ഇസ്രയേലിലാണ് തൻ്റെ മൊബൈലിൻ്റെ ക്യാമറ ബെഞ്ചമിൻ നെതന്യാഹു സ്റ്റിക്കർ വെച്ച് മൂടി വച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണുകളെ നിശബ്ദമായി നിരീക്ഷിക്കുന്ന പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച ഇസ്രയേൽ എന്ന രാജ്യത്താണ് ഇത് എന്ന് ഓർക്കണം. പുറമെ വലിയ ജാടയാണെങ്കിലും ഉള്ളിൽ വലിയ ഭയത്തോടു കൂടിയാണ് അവിടെയുള്ള ഓരോ ജനങ്ങളും കഴിച്ചു കൂട്ടുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് എടുത്തൊരു ചിത്രമാണ്. ഈ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇതൊരു AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ചിത്രമൊന്നുമല്ല, ഒറിജിനൽ ചിത്രമാണ്. പ്രമുഖ നിക്ഷേപകനായിട്ടുള്ള മാരിയോ നൗഫൽ എക്സിൽ പങ്കുവച്ച ഒരു ചിത്രമാണിത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നെതന്യാഹു സംസാരിക്കുന്ന ഒരു ചിത്രത്തിൽ മൊബൈൽ ഫോണുകളുടെ ക്യാമറകൾ സ്റ്റിക്കർ കൊണ്ട് അതിനെ മൂടിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇതെന്തിനാണെന്നറിയാമോ? ഇറാന്റെ ചാരക്കണ്ണുകളെ പേടിച്ച്, അഥവാ ഇറാനിലെ അവിടെയുള്ള ഹാക്കർമാരെ പേടിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ഫോൺ മുഴുവനും സ്റ്റിക്കർ കൊണ്ട് അതിനെ മൂടിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സൈബർ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്താണ് ചാരവലയത്തിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് തന്റെ സ്വന്തം ഫോണിലെ ക്യാമറകൾ സ്റ്റിക്കർ ഒട്ടിച്ച് ബെഞ്ചമിൻ നെതന്യാഹു അതിനെ മറച്ചു പിടിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മൊബൈൽ ഫോണുകളെ നിശബ്ദമായി നിരീക്ഷിക്കുന്ന പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ തന്റെ ഫോൺ ക്യാമറ ഇതുപോലെ പേടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് മറച്ചു പിടിക്കുന്നത്. എന്തൊരവസ്ഥയാണിത് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാർ തങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഫോൺ ക്യാമറകളെ പോലും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവർ ജീവിതത്തിൽ എത്രത്തോളം ഭയപ്പാടോടുകൂടിയാണ് ഓരോ നിമിഷവും ജീവിച്ചു പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പുറമെ ഭയങ്കര വീമ്പ് പറച്ചിലാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഓരോ നിമിഷവും ഭയപ്പാടോടുകൂടിയാണ് ഇസ്രായേലിലെ ഓരോ ജനങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളുടെ ആശയവിനിമയ ഉപകരണങ്ങൾ പോലും വിദൂരത്തിരുന്ന് സ്ഫോടനങ്ങളിലൂടെ തകർക്കാൻ ശേഷിയുള്ള ചാര ഏജൻസിയായ മൊസാദിനെ നിയന്ത്രിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിന്റെ ഫോണിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ലോകത്തെ ഏറ്റവും കൂടുതൽ ബോംബ് ഷെൽട്ടറുകളുള്ള രാജ്യങ്ങളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇസ്രായേൽ ഉണ്ടാകും. ഏത് നിമിഷം വേണമെങ്കിലും തങ്ങളുടെ രാജ്യത്തേക്ക് ബോംബുകൾ വന്ന് വീഴാമെന്ന് പേടിച്ചുകൊണ്ട് അവിടേക്ക് ഓടി ഒളിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിലും അവർ ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിച്ചിരിക്കുകയാണ്. കാലാകാലങ്ങളായി ഇസ്രായേൽ ഏറ്റവും വലിയ നൂതന സാങ്കേതിക വിദ്യ തങ്ങളുടെ പക്കൽ മാത്രമാണ് ഉണ്ട് എന്ന് അവകാശപ്പെട്ട അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഓരോ മിസൈലുകളും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വന്ന് പതിച്ചത് നാം എല്ലാവരും കണ്ടതാണ്. നോക്കൂ, ഇത്തരത്തിൽ ഓരോ നിമിഷവും ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജനതയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും.